നമസ്കാരം. വിഘടനവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു വിഘടനവാദ സംഘടനയാണ് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന TTP, അതായത് പാക് താലിബാൻ എന്നറിയപ്പെടുന്ന സംഘടന. ഈ സംഘടന ഖൈബർ പഖ്തൂൺഖ്വ എന്ന പ്രവിശ്യയിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു സമാന്തര സർക്കാരിനെ പോലെയാണ് ഈ TTP പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഒരു സ്വാധീനം, ഒരു പിടിവള്ളി അത് കുറവാണ്. അവിടെ ഒരു പ്രാദേശിക ഭരണകൂടത്തെ പോലെ TTP പ്രവർത്തിക്കുകയാണ്. പാകിസ്ഥാൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി പിടിച്ചെടുക്കുക, ഈ ഖൈബർ പഖ്തൂൺഖ്വയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നതൊക്കെയാണ് TTPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അവർ ഇസ്ലാമാബാദ് പിടിച്ചടക്കുക എന്ന പുതിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിരവധി സായുധ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ഇവർ അടുത്ത കാലത്തായി നടന്നിട്ടുണ്ട്. TTPയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഈ അടുത്ത കാലത്തായി പാകിസ്ഥാൻ സൈന്യത്തിന് സംഭവിച്ച ആൾനാശം എന്ന് പറഞ്ഞാൽ അത് വലിയ ആൾനാശമാണ്. പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് TTP. ഇതൊരു ഭീകര സംഘടനയാണ് എന്നും ഈ ഭീകര സംഘടനയ്ക്ക് എല്ലാവിധ സഹായവും നൽകുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. പക്ഷേ താലിബാൻ അത് നിരസിക്കുകയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. എന്തായാലും തങ്ങളല്ല അതിന് പിന്നിലെന്നാണ് താലിബാൻ അവകാശപ്പെടുന്നത്. പക്ഷേ വിദേശ സഹായത്തോടു കൂടിയാണ് ഈ TTP പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നതെന്നും ആക്രമണം നടത്തുന്നതെന്നും പറഞ്ഞ് നിരവധി തവണ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഈ അടുത്ത കാലത്ത് യുദ്ധം പോലും ഉണ്ടായ സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ സുരക്ഷാ ആശങ്കകൾക്ക് വേഗം വർദ്ധിപ്പിച്ചുകൊണ്ട് TTPയുടെ പുതിയ പ്രഖ്യാപനം വരികയാണ്. അതായത് 2026 വ്യോമസേന ആരംഭിക്കും എന്നാണ് ഇപ്പോൾ TTK പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ TTPക്ക് എല്ലാവിധ സഹായവും നൽകുന്നു എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന് പോലും വ്യോമസേന ഇല്ല എന്നതാണ്. പക്ഷേ ഈ തെഹ്രീക്ക് താലിബാൻ 2026 വ്യോമസേനാ വിഭാഗം ആരംഭിക്കുന്നു എന്ന പ്രഖ്യാപനം സത്യത്തിൽ പാകിസ്ഥാൻ ഭരണകൂടത്തെ ഞെട്ടിക്കുകയാണ്. ഏത് യുദ്ധവിമാനമാണ് ഇവർ ഉപയോഗിക്കുക? ആരാണ് ഈ TTPക്ക് യുദ്ധവിമാനങ്ങൾ നൽകുക? ഏത് ശക്തിയാണ് ഈ TTPയുടെ വളർച്ചയ്ക്ക് പിന്നിൽ എന്നൊക്കെ ഇപ്പോൾ പാകിസ്ഥാൻ കൂലങ്കഷമായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ TTPയുടെ രണ്ടാമത്തെ നേതാവ് എന്നറിയപ്പെടുന്ന സലീം ഹക്കാനി ആയിരിക്കും ഈ വ്യോമസേനയെ നയിക്കുക. TTPയുടെ തലവനായിട്ടുള്ള മുഫ്തി നൂർവാലി മെഹസൂദ് അഥവാ അബു മൻസൂർ അസീം എന്നറിയപ്പെടുന്ന TTPയുടെ തലവൻ. ഈ തലവന് ശേഷം രണ്ടാമത്തെ നേതാവായി അറിയപ്പെടുന്നത് ഈ പറയുന്ന സലീം ഹക്കാനിയാണ്. ആ സലീം ഹക്കാനി ആയിരിക്കും തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ്റെ ഈ വ്യോമസേനയ്ക്ക് നേതൃത്വം നൽകുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഖൈബർ പഖ്തൂൺഖ്വയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ സ്വാധീനം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പാകിസ്ഥാൻ ഒരു പിളർപ്പിലേക്ക് വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ തന്നെ ഒരു പിളർപ്പിലേക്ക് പോകാനുള്ള സാഹചര്യം TTP അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വ്യോമസേന കൂടി ആരംഭിക്കുന്നു എന്ന പ്രഖ്യാപനം വരുന്നത്. തീർച്ചയായും അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമല്ലാത്ത വസ്തുതയാണ്. പാകിസ്ഥാനിൽ വിഘടനവാദ ശക്തികൾ ശക്തി പ്രാപിക്കുകയാണ്. അവർ സമാന്തര ഭരണം മാത്രമല്ല, സമാന്തരമായി വ്യോമസേനയും ഉണ്ടാക്കാൻ പോകുന്നു. പാകിസ്ഥാന് വലിയ സുരക്ഷാ വെല്ലുവിളികൾ സൃഷ്ടിക്കാനും ഇത് സഹായകമാകും എന്നാണ് വിലയിരുത്തൽ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.